ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ആന്ധ്ര സ്പെഷ്യൽ ഒരു മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ? പുതിയ വെറൈറ്റി ഡിഷസ് പരിചയപ്പെടാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുരിങ്ങയ്ക്ക തോരൻ വെക്കാനായി ആദ്യമേ തന്നെ 3 വലിയ മുരിങ്ങയ്ക്ക സാമ്പാറിന് കഷ്ണങ്ങളാക്കുന്നത് പോലെയാക്കി മുരിങ്ങയ്ക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചു കൊടുക്കാം. മുരിങ്ങയ്ക്ക വേകുമ്പോഴേക്കും അതിലേക്കുള്ള ബാക്കി പരിപാടികൾ നമുക്കൊന്ന് നോക്കാം. ഒരു ചീൻചട്ടി എടുത്ത് 1/4 കപ്പ് കപ്പലണ്ടി ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് തൊലി കളഞ്ഞെടുക്കാം. നിങ്ങൾക്ക് കപ്പലണ്ടി ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. തൊലി കളഞ്ഞ കപ്പലണ്ടികൾ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ചീൻചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 2 വലിയ സവാള ഇട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2 കറിവേപ്പില കൂടി ഇടാം. ഉള്ളി ഒന്ന് വാടിയ ശേഷം അതിലേക്ക് 8 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വഴട്ടാം. നല്ലപോലെ വഴട്ടിയ ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ. വെളുത്തുള്ളിയുടെ കുത്തലൊക്കെ മാറിയ ശേഷം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് യോജിപ്പിക്കാം. ശേഷം അതിലേക്ക് പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി പൊടി കൂടിയിട്ട് മിക്സ്. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ആകാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളമെല്ലാം വറ്റിയ ശേഷം മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. സ്വാദിഷ്ടമായ നമ്മളുടെ ആന്ധ്ര സ്പെഷ്യൽ മുരിങ്ങയ്ക്ക തോരൻ റെഡിയായി. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്, ഉണ്ടാക്കി നോക്കില്ലേ? പുതിയൊരു വീഡിയോയുമായി വീണ്ടും സന്ധിക്കും വരെ ബൈ.